നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്ത്രീയും പുരുഷനും ഒരേപോലെ ആസ്വദിക്കാനാകുമ്പോഴാണ് ലൈംഗികത പൂർണ്ണതയിൽ എത്തുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്ന ലൈംഗികത ചിലപ്പോൾ അപകടകരമാകും എന്നത് ആരും ചിന്തിക്കാറില്ലാത്ത ഒരു കാര്യമാണെങ്കിലും അങ്ങനെ ഒരു വശം കൂടെ ലൈംഗികതയ്ക്കുണ്ട് എന്നുള്ളൊരു കാര്യം എപ്പോഴും ഓർക്കുക. ലൈംഗിക ബന്ധത്തിനിടയിൽ ഒഴിവാക്കേണ്ടതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതോ ആയ ചില കാര്യങ്ങളുണ്ട്. നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ഇതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ലിംഗത്തിന് ഒടിവ് സംഭവിക്കുന്ന കാര്യമാണ്. ലൈംഗിക ബന്ധത്തിലെ ഏറ്റവും അപകടകരമായ അവസ്ഥയാണിത്. തെറ്റായ പൊസിഷൻ സ്വീകരിക്കുന്നതാണ് ഇതിന് കാരണം. ലൈംഗിക ബന്ധ സമയത്ത് രക്തപ്രവാഹം മൂലമാണ് ലിംഗം വികസിക്കുന്നത്. ലിംഗത്തിൽ എല്ലുകളില്ല. അതുകൊണ്ട് തന്നെ തെറ്റായ പൊസിഷൻ അപകടം ക്ഷണിച്ചു വരുത്തും. കഠിനമായ വേദനയാണ് ഒരു ലക്ഷണം. ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. മെയിനായിട്ട് പറയുന്നത് ഈ സ്ത്രീയെ എടുത്തുകൊണ്ട് നിന്ന് ഉള്ള ലൈംഗിക ബന്ധമൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ചില പോൺ വീഡിയോയിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പരീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലിംഗത്തിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള പൊസിഷനാണ് അതൊക്കെ. അതേക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യാം, ഏതൊക്കെ പൊസിഷനാണ് സേഫ് എന്നുള്ളത്. ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് പുകച്ചിലാണ്. ലൈംഗിക ബന്ധത്തിനു ശേഷം ലിംഗത്തിലോ യോനിയിലോ പുകച്ചിൽ ചില ആൾക്കാർക്ക് അനുഭവപ്പെടാം. യോനിയിൽ ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിലും ഇതുണ്ടാകും. ഇവിടെയാണ് ഫോർപ്ലേയുടെ ആവശ്യകത. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സാവധാനം ഇരുവരും നല്ല മൂഡിലേക്ക് വരിക, അതിനുശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഭാര്യയുടെ യോനിയിൽ നനവുണ്ടാകുക എന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂത്രാശയ അണുബാധയാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രാശയ രോഗങ്ങൾ സ്ത്രീകളിൽ പൊതുവെ ധാരാളമായി കണ്ടുവരാറുണ്ട്. വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ലൈംഗിക ബന്ധത്തിന് മുമ്പും ശേഷവും മൂത്രമൊഴിക്കുന്നതും ലൈംഗിക അവയവങ്ങൾ നന്നായി കഴുകുന്നതും അണുബാധയുടെ സാധ്യത കുറയ്ക്കും. അടുത്തതായി ലിംഗത്തിലെ ചുവപ്പ് പാടുകൾ. ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിനു ശേഷം പുരുഷന്മാർക്ക് ഈ പ്രശ്നം ഉണ്ടാകാം. ലൈംഗിക ബന്ധത്തിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന കാപ്പിലറി ഹെമറേജ് ആണ് ഇതിന് കാരണമാകുന്നത്. ലൈംഗിക ബന്ധത്തിൽ നിന്ന് കുറച്ചു നാള് വിശ്രമം എടുത്ത ശേഷവും ഈ പ്രശ്നം വീണ്ടും അലട്ടിയാൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ യോനിയിലും ലിംഗത്തിലും ദിവസങ്ങളായി വേദന ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാലും ഡോക്ടറെ കണ്ട് നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ തന്നെ ലിംഗത്തിലെയും യോനിയിലെയും മുറിവുകൾ. ലൈംഗിക ബന്ധത്തിനിടയിൽ സ്ത്രീക്കും പുരുഷനും മുറിവുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ലൈംഗിക ബന്ധ വേളയിൽ ലൂബ്രിക്കേഷൻ കുറയുന്നത് മൂലം ചിലപ്പോൾ ഇത്തരം മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവ് വേഗത്തിൽ ഉണങ്ങണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലൈംഗിക ബന്ധം ഒഴിവാക്കുക. കിടപ്പുമുറിയല്ലാത്ത ഇടങ്ങളിലാണ് ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുന്നതെങ്കിൽ വൃത്തിയുള്ള സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തണം. പരിക്കൻ പ്രതലം ശരീരത്തിൽ മുറിവുകളും പാടുകളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലൈംഗിക ബന്ധത്തിൽ ഇടയിൽ സംഭവിക്കാവുന്ന അപകടങ്ങൾ, മുറിവുകൾ, അതുപോലെ മറ്റ് പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്തത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ഇതേക്കുറിച്ച് ഒരു അവബോധം ചിലർക്കുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇങ്ങനൊരു കാര്യമേ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ.